വോയിസിനെയൊക്കെ കൃത്യമായി പരിഗണിക്കുന്നവരായെങ്കിൽ മാത്രമാണ് നമ്മുടെ പ്രാർത്ഥനക്ക് പോലും ഉത്തരം ലഭിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും വേണം. പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. 1960 വരെ ലോകം മുഴുവനും നബിദിനം ആഘോഷിച്ചിരുന്നു. എന്നാൽ 1960-കൾക്ക് ശേഷം ആരാണോ നബിദിനം ആഘോഷിക്കരുതെന്ന് പറയുന്നത് അവർക്കിടയിൽ പോലും തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ മുസ്ലിം ലോകത്തിനിടയിലോ ദീനിന്റെ വിശ്വാസങ്ങൾ കൃത്യമായി പുലർത്തിപ്പോരുന്നവർക്കിടയിലോ നബിദിനം ആഘോഷിക്കാൻ പറ്റോ ഇല്ല എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല. ഈ നബിദിനം ആഘോഷിക്കുന്നതിലൂടെ നബിയെ കുറിച്ച് ധാരാളം പഠിക്കാനുള്ള അവസരം ഒരുക്കുകയാണ്. നബിയെ കുറിച്ച് ധാരാളം വായിക്കാനുള്ള അവസരം ഒരുങ്ങുകയാണ്. നബി എങ്ങനെയായിരുന്നു നടന്നത്, ആരൊക്കെയായിരുന്നു പരിഗണിച്ചത്, ഏതെല്ലാം മൃഗങ്ങൾക്കാണ് നബിയെ കൊണ്ട് കാരുണ്യം കിട്ടിയത്. ഇത്രയും നല്ല വർത്തമാനങ്ങൾ നമ്മൾ ഇവിടെയല്ലാതെ പിന്നെ എവിടെന്നാ പഠിക്കുക? ക്ലാസ് മുറികളിൽ പോലും കുട്ടികളെ പിതാവിന്റെ പേര് അധിക്ഷേപിച്ചുകൊണ്ട് വേറിടിച്ച് നിർത്തുമ്പോ തന്റെ മുന്നിലിരിക്കുന്ന പൈതങ്ങളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് നന്മയുടെ വർത്തമാനങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ മുന്നിലിരിക്കുന്നവർ ശിഷ്യന്മാരായിട്ടല്ല നബി തങ്ങൾ പരിചയപ്പെടുത്തിയത്. സ്വഹാബ എന്നാൽ സുഹബത്തുള്ളവർ, ഫ്രണ്ട്ഷിപ്പോടുകൂടിയാണ്, തന്റെ കൂട്ടുകാരായാണ് ശിഷ്യന്മാരെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഗണിച്ചത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മീങ്ങളെ, ഓരോ നബിദിനങ്ങളും നമുക്ക് വലിയ പാഠങ്ങളാകണം, പഠിക്കാനുള്ള അവസരങ്ങളാകണം. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്. നമ്മുടെ മഹല്ല് പ്രസിഡന്റ് വിശ്രമത്തിലാണ്.